ഇനി തലസ്ഥാനത്തേക്കാണ്. തലസ്ഥാനം പിടിക്കുന്നവർ കേരളം പിടിക്കുമെന്നാണ് കണക്ക്. 14-ൽ 13 സീറ്റും കഴിഞ്ഞ തവണ LDF പിടിച്ച തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ അട്ടിമറികൾ ഉണ്ടാകാനാണ് സാധ്യത. ജില്ലയിൽ 6-ലധികം സീറ്റുകൾ UDF പ്രതീക്ഷിക്കുമ്പോൾ 3 സീറ്റുകളിലാണ് BJPയുടെ പ്രതീക്ഷ. എന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. വിജിൻ വായനാട് വിവരങ്ങൾ നൽകും. വിജിൻ, വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഇത്തവണ ഇരുമുന്നണികൾ മാത്രമല്ല BJP കൂടി വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇക്കുറി കണക്കുകൾ ആർക്കൊപ്പം നിൽക്കും, UDFന്റെ കണക്കുകൾ പ്രതീക്ഷയ്ക്കൊത്ത് വരുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും ശക്തമായ മത്സരം നടന്ന ജനശ്രദ്ധയെ ആകർഷിച്ച നിരവധി മണ്ഡലങ്ങൾ കൂടിയുണ്ട് ജില്ലയിൽ. അപ്പോൾ എന്താണ് പ്രതീക്ഷ വിജിന്റെ? തീർച്ചയായും 14 മണ്ഡലങ്ങളാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അതിൽ കോവളം മാത്രമാണ് കഴിഞ്ഞ തവണ UDFന് നേടാൻ കഴിഞ്ഞത്. മറ്റെല്ലാ സീറ്റും LDF നേടിയ ജില്ല കൂടിയാണ് തിരുവനന്തപുരം. അവിടെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു കടുത്ത ത്രികോണ മത്സരത്തിലേക്ക് പല മണ്ഡലങ്ങളും മാറിയിട്ടുള്ളത്. ഒപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അത്ര പെട്ടെന്ന് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ ചില മണ്ഡലങ്ങളിൽ ഉള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ 1-ൽ നിന്ന് അത് 6 സീറ്റിലേക്കൊക്കെ ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് UDF പ്രതീക്ഷിക്കുന്നത്. അത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഒന്ന് അത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ്. അവിടെ ജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷ UDF പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ കാട്ടാക്കട, അരുവിക്കര, നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ UDF പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. അതിനൊപ്പമാണ് നിലവിൽ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തങ്ങളും വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷ BJP പങ്കുവെക്കുന്നു. എന്തായാലും വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ തിരുവനന്തപുരം ജില്ല അത് എങ്ങോട്ട് ചായുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിൽ അതിലെ ഒരു വലിയ അട്ടിമറി സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വലിയ മാറ്റം ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ ഉണ്ടാകും എന്നുള്ളതാണ് UDF പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സീറ്റുകൾ നേടി ഇത്തവണ UDF അധികാരത്തിൽ വരുമ്പോൾ അതിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതുപോലെ തലസ്ഥാന ജില്ല പിടിക്കുന്ന മുന്നണി അവർ ജയിക്കും എന്ന കണക്കിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് UDF പങ്കുവെക്കുന്നത്. ജിൽസി.